നമസ്കാരം സുഹൃത്തുക്കളെ, ദ പോപ്കോൺ എംപയറിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ അരൂർ തുറവൂർ ഹൈവേയുടെ പണിപ്പുരയിലായിരുന്നു. അന്ന് നമ്മൾ കണ്ടത് വെറും കോൺക്രീറ്റ് തൂണുകളും പണി തുടങ്ങുന്ന മെഷീനറികളും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ദാ നോക്കൂ, നമ്മുടെ കൺമുന്നിലൊരു ആകാശ വിസ്മയം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൻ്റെ ഗതാഗത ചരിത്രം മാറ്റിക്കുറിക്കാൻ പോകുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ആദ്യ വീഡിയോ കണ്ടവർക്കറിയാം, അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ യാത്രക്കാരുടെ പേടി സ്വപ്നമായ ആ പഴയ അരൂർ, പൊടിയും വെയിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും, ഇത് തന്നെയല്ലേ അരൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്? ആദ്യ വീഡിയോയിൽ നമ്മൾ ഈ റൂട്ടിന്റെ ദുരിതങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് കാഴ്ച മാറി മറിഞ്ഞിരിക്കുന്നു. ഇതാ നോക്കൂ, കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ നമ്മുടെ കൺമുന്നിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അരൂർ മുതൽ തുറവൂർ വരെ നീളുന്ന ആകാശപാത ഏകദേശം സജ്ജമായി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ മുകളിലേക്കൊന്ന് നോക്കിയാൽ മതി, പണി എത്രത്തോളം വേഗത്തിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ തവണ നമ്മൾ കണ്ട തൂണുകൾക്ക് മുകളിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം നീളത്തിൽ ഭീമൻ ഗേർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പലയിടത്തും റോഡിന്റെ സ്ലാബുകൾ നിരത്തി ഏകദേശ രൂപം കൈവന്നു. 12.75 കിലോമീറ്റർ നീളമുള്ള ഈ പാതയുടെ സിംഹഭാഗവും ഇപ്പോൾ കണക്റ്റായി കഴിഞ്ഞു. അരൂർ ജംഗ്ഷൻ മുതൽ തുറവൂർ വരെ നീളുന്ന ഈ ആകാശപാത പണി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ എലിവേറ്റഡ് ഹൈവേകളിലൊന്നായി ഇത് മാറും. ഇവിടെ സൈഡിലായി കാണുന്ന ഈ പില്ലറുകൾ ശ്രദ്ധിച്ചോ? ഇത് പ്രധാന ആകാശപാതയുടെ തൂണുകളിൽ നിന്നും അല്പം വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് കാണാം. പ്രധാന ഹൈവേയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശിക്കാനും ഇറങ്ങാനുമുള്ള റാമ്പുകളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. അതായത് അരൂരിൽ നിന്ന് തുറവൂർ വരെയുള്ള യാത്രക്കിടയിൽ പ്രധാന ജംഗ്ഷനുകളിൽ നിന്ന് വാഹനങ്ങൾക്ക് മുകളിലെ 6 വരി പാതയിലേക്ക് കയറാൻ ഈ റാമ്പുകൾ സഹായിക്കും. പ്രധാന പാത സിംഗിൾ പില്ലറിൽ ഉയരുമ്പോൾ ഈ റാമ്പുകൾ വരുന്ന ഭാഗത്ത് ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ ഈ ഒരു ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ ഹൈവേയുടെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഈ കൂറ്റൻ ആകാശപാതയുടെ പണി പൂർത്തിയായി കഴിയുമ്പോൾ ഇത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. ആകാശത്തുകൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ വഴിയിലൂടെ നമ്മുടെ വണ്ടികൾ പാഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ച, ഇത്രയും വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയം നമ്മുടെ കൊച്ചു കേരളത്തിൽ, അതും നമ്മുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാകുന്നത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. താഴെ സർവീസ് റോഡിലൂടെയുള്ള ഈ തിരക്കും പൊടിയും മാറിക്കഴിഞ്ഞാൽ മുകളിലെ 6 വരി പാതയും താഴെ 4 വരി പാതയും ചേരുന്നതോടെ ഈ പ്രദേശം തന്നെ ആകെ മാറിപ്പോകും. കേരളം ഇതുവരെ കാണാത്ത ഒരു ഗതാഗത വിപ്ലവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശുഭദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇതാ, നമ്മളിപ്പോൾ ആകാശപാതയുടെ അടിയിലൂടെ സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പല തൂണുകൾക്ക് മുകളിൽ ഇപ്പോൾ ഗേർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പലയിടത്തും റോഡിന്റെ സ്ലാബുകൾ നിരത്തി ആകാശപാത തെളിഞ്ഞു വരുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. ഈ കാണുന്ന കൂച്ചൻ കോൺക്രീറ്റ് സ്ലാബുകൾ എങ്ങനെയാണ് ഓരോ തൂണിനും മുകളിൽ കൃത്യമായി ഉറപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സിംഗിൾ പില്ലർ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഈ നിർമ്മാണം ശരിക്കും ഒരു അത്ഭുതമാണ്. അരൂർ ജംഗ്ഷൻ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പണി പൂർത്തിയായ ഭാഗങ്ങൾ വ്യക്തമായി കാണാം. സുഹൃത്തുക്കളെ, അരൂർ തുറവൂർ പാതയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് വലിയ ബ്ലോക്കിനെ കുറിച്ചാണല്ലോ. എന്നാൽ ഇപ്പോൾ ദാ നോക്കൂ, റോഡ് അത്യാവശ്യം ക്ലിയർ ആണ്. നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്ന ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായി ഓർമ്മയുണ്ടാകും, അന്ന് ഈ അരൂർ തുറവൂർ പാതയിലൂടെയുള്ള യാത്ര എത്രത്തോളം നരകതുല്യമായിരുന്നുവെന്ന്. വണ്ടികളുടെ നീണ്ട നിരയും മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പുമായിരുന്നു അന്നത്തെ കാഴ്ച. എന്നാൽ ഇന്ന് ദാ നോക്കൂ, അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന ചില പ്രത്യേക പോയിന്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഗതാഗത തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത്. ബാക്കി മിക്ക ഇടങ്ങളിലും റോഡ് അത്യാവശ്യം ക്ലിയർ ആണ്. ആദ്യ വീഡിയോയിൽ നമ്മൾ കണ്ട വലിയ ബ്ലോക്കുകളെല്ലാം ഇന്ന് ഏറെക്കുറെ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സർവീസ് റോഡുകളുടെ വീതി കൂട്ടിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ചിട്ടയായതുമാണ് ഈ മാറ്റത്തിന് കാരണം.
ഇതുവഴി സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ഈ ആശ്വാസം തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. കാണുന്ന കൂറ്റൻ ലോഞ്ചിങ് ഗേർഡുകളാണ് ഈ നിർമ്മാണത്തിന്റെ നട്ടെല്ല്. പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ താഴെക്കൂടെ പോകുമ്പോൾ അതീവ ജാഗ്രതയോടെയാണ് മുകളിൽ പണികൾ നടക്കുന്നത്. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ അധ്വാനിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളെ നമുക്കിവിടെ കാണാം. 1670 കോടി രൂപ ചിലവഴിച്ചാണ് ഈ മെഗാ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നത്. സിംഗിൾ പില്ലർ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ താഴെ സർവീസ് റോഡുകൾക്ക് വലിയ വീതി കുറവ് അനുഭവപ്പെടില്ല എന്നത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. എങ്കിലും മഴക്കാലത്തും മറ്റും ഇവിടെ പണി തുടരുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഈ പാത തുറന്നു കൊടുക്കുന്നതോടെ കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുമുള്ള യാത്ര അതീവ വേഗത്തിലാകും. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്കും ഈ ഹൈവേ വലിയൊരു മുതൽക്കൂട്ടാകും. സിഗ്നലുകളില്ലാത്ത, തടസ്സങ്ങളില്ലാത്ത ഒരു ആകാശയാത്ര. അത് വെറും സ്വപ്നമല്ല, 2026 യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ട ഈ അരൂർ ജംഗ്ഷൻ ഭാഗത്ത് ആകാശപാതയുടെ ജോലികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ചെറിയ വിടവുകൾ കൂടെ നികത്തിയാൽ അരൂരിലെ പണികൾക്ക് ഒരു പൂർണ്ണ രൂപമാകും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അരൂരിൽ പണി തീരാറായെങ്കിലും തുറവൂർ വരെയുള്ള 13 കിലോമീറ്ററോളം നീളുന്ന ഈ പാതയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. പലയിടത്തും ഗേർഡറുകൾ സ്ഥാപിക്കാനും റോഡ് ടാർ ചെയ്യാനും കൈവരികൾ നിർമ്മിക്കാനും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഈ ആകാശവിസ്മയം പൂർണ്ണമാകാൻ ഇനിയും കുറച്ചു മാസത്തെ അധ്വാനം കൂടി ആവശ്യമാണ്. അരൂരിലെ ഈ വേഗത മറ്റു ഭാഗങ്ങളിലും തുടരുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് ഈ പാതയിലൂടെ യാത്ര ചെയ്യാനാകും. ഓരോ ഭാഗങ്ങളായി പണി പൂർത്തിയാക്കി മുന്നേറുന്ന ഈ കാഴ്ച ശരിക്കും ആവേശകരമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അരൂർ തുറവൂർ ആകാശപാതയുടെ 2ാം ഭാഗം വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യ വീഡിയോയിൽ നമ്മൾ കണ്ട ആ വെറും തൂണുകളിൽ നിന്ന് ഇന്ന് കിലോമീറ്ററുകളോളം നീളുന്ന ഒരു റോഡ് തന്നെ നമ്മുടെ ആകാശത്ത് തെളിഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ വലിയ ബ്ലോക്കുകളെല്ലാം ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മാറ്റങ്ങൾ നമ്മുടെ കൺമുന്നിൽ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഇത് അവസാനമല്ല. ഈ മഹാവിസ്മയത്തിൻ്റെ 3-ാം ഭാഗം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞ് ഈ ആകാശപാത നാടിന് സമർപ്പിക്കുന്ന ആ ചരിത്ര നിമിഷത്തിലാണ്. അന്ന് ഇതുവഴി വണ്ടികൾ പറന്നു പോകുന്ന ആ കാഴ്ച നേരിട്ട് കാണാൻ നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവഴി യാത്ര ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ സന്തോഷ വാർത്ത ഷെയർ ചെയ്ത് നൽകുക. ആദ്യ വീഡിയോയിലെ ബ്ലോക്കിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വികസന വിശേഷങ്ങളും കിടിലൻ വീഡിയോകളും കാണാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് പുതിയ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അപ്പോൾ ശരി, ആകാശപാതയുടെ 3-ാം ഭാഗവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.